നമസ്കാരം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ഇതൊക്കെ ഞങ്ങൾ ഇതിനകം തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണല്ലോ, കേട്ടതാണല്ലോ. പിന്നെ എന്തിനാ ഇയാൾ ഇത് തന്നെ വീണ്ടും കാണിക്കുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കും, നിങ്ങൾ പലരും ചിന്തിച്ചേക്കും. അയ്യോ, ഞാൻ ഈ പിണറായി വിജയൻ ഈ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് തൻ്റെ പാർട്ടി തന്നെ ഉള്ള ഒരു അന്തത്തിനോട് പറഞ്ഞത് കാണിക്കാൻ വേണ്ടിയിട്ടോ അതിനെപ്പറ്റി പറയാനൊന്നും അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു അന്തം അടിമയാണ് എന്ന കാര്യം പിന്നീട് അയാൾ തന്നെ തെളിയിച്ചതാണ്. കാരണം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അയാൾ പറയുന്നുണ്ട്, ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു പൊതുസമ്മേളനമായിരുന്നു, അവിടെ ഇങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന തരത്തിൽ ഇയാൾ തന്നെ, അതായത് ഈ ഒരു സിനിമയുണ്ടല്ലോ, മമ്മൂട്ടിയുടെ സിനിമയുണ്ടല്ലോ വിധേയൻ എന്ന സിനിമയിൽ, അതിനകത്ത് ഈ ഭാസ്കര ഭട്ടാറിൻ്റെ സെൻറ്റിന് എന്ത് മണമാണ് എന്ന് ഈ അടിമയായിട്ടുള്ള തൊമ്മി പറയുന്ന പോലെ ഒരു അടിമ ഉടമ ബന്ധമാണ് എന്ന് തോന്നുന്നു പിണറായി വിജയനും ഈ അന്തങ്ങൾ തമ്മിലുള്ള. അതെന്തെങ്കിലും ആയിട്ട് അത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യം, നമുക്കതിനകത്ത് വലിയ റോളൊന്നുമില്ല. ഇവിടെ പക്ഷേ ഞാൻ പിണറായി വിജയൻ്റെ പക്ഷത്താണ്. അതായത് അദ്ദേഹം പറഞ്ഞത് കുറഞ്ഞുപോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു, CM ഒരു ചോദ്യം ചോദിക്കാണ്ടെന്ന് പറയുമ്പം CM എന്താ മറുപടി കൊടുക്കുന്നത്? അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്നത്. നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ വീട്ടിൽ ആരോട് പോയി ചോദിക്കാനാണ് പറയുന്നത്? മാതാപിതാക്കളോട്. അതിൻ്റെ MM മണിയുടെ ശൈലിയിൽ പറയുകയാണെങ്കിൽ അത് വേറെ പറയേണ്ടവർ നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ. ഇതുമല്ല എൻ്റെ വിഷയം. ഈ അന്തം അടിമ ചോദിക്കാനിരുന്ന ചോദ്യം എന്താണ് എന്ന് പിന്നീട് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഇയാളുടെ പേര് ദാസ് പി ജോർജ് എന്ന് മറ്റാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പാർട്ടി മെമ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ CMനോട് ചോദിക്കാൻ പോയത് 20,000 കോടി രൂപ ഫണ്ട് അത് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണല്ലോ പറയുന്നത്. ഇവരിങ്ങനെ പറഞ്ഞു നടക്കുന്നതാണല്ലോ. അപ്പോൾ ഇത്രയും കാശ് കിട്ടാനുണ്ട്. ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ കേരളത്തിൻ്റെ വികസന കാര്യത്തിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ഈ ഫണ്ട് കണ്ടെത്തും, അങ്ങനെ എന്തോ ചോദ്യമാണ് അയാൾ ചോദിക്കാൻ പോയത്. ഇതാണ് അയാൾ പല മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് തള്ളി മറിച്ചത്. ഈ ചോദിച്ച മാന്യൻ്റെ, ഞാനിപ്പോൾ ഒരു ചിത്രം കാണിക്കുന്നുണ്ടോ, ഈ ചോദിച്ച മാന്യൻ്റെ പിന്നിൽ കാണുന്ന അയാളുടെ വീടാണ്. അതിൻ്റെ മുൻവശം ഒന്ന് തേച്ചിട്ട് പോലുമില്ല. ഇയാൾ ഡെയിലി മറ്റേ സൽസയും ജവാനുമൊക്കെയാണ് മുണുങ്ങുന്നത്. ഒരു ഫുൾ ജവാൻ്റെ വിലയില്ല ഒരു ചാക്ക് സിമെൻറ്റിന്. ഒരു 2 ചാക്ക് സിമെൻറ്റും മണ്ണും കൊണ്ട് ആ മുൻവശമെങ്കിലും ഒന്ന് ഇവനൊക്കെ ഇന്ന് തേച്ചുകൂടെ? ആദ്യം സ്വന്തം വീട് നോക്ക്, അതിനുശേഷമാവാം കേന്ദ്ര ഫണ്ട് 20,000 കോടി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വികസനത്തെ ഓരോ വ്യക്തികളും അവരവരുടെ വീടും വികസിക്കുമ്പോൾ മാത്രമേ അത് ഗ്രാമത്തിൻ്റെ വികസനമാവൂ, അത് ജില്ലയുടെ വികസനമാവൂ, അത് സംസ്ഥാനത്തിൻ്റെ വികസനമാവൂ, അത് രാജ്യത്തിൻ്റെ വികസനമാവൂ. അല്ലാതെ നീയൊക്കെ ഈ കുഞ്ഞു വായിലെ വലിയ വർത്തമാനവും പറഞ്ഞ് 20,000 കോടി കേരളത്തിൻ്റെ വികസനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അന്തംഗമ്യത്തിലുമായിട്ട് നടക്കാതെ ആദ്യം അവനവൻ്റെ സ്വന്തം വീട് നോക്ക്. നീ മദ്യപിക്കുമെന്ന് നിങ്ങൾ തന്നെയാണ് സമ്മതിച്ചത്. ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ തന്നെയാണ് സമ്മതിച്ചത്. അപ്പോൾ കേരളത്തിലെ ബിവറേജിൽ വഴി കിട്ടുന്ന മദ്യത്തിന് എന്താണ് വിലയെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു കുപ്പി ജവാൻ്റെ വിലയില്ല ഒരു ചാക്ക് സിമെൻറ്റിന്. ഒരു 2 ചാക്ക് സിമെൻറ്റും അതിനനുസരിച്ചുള്ള മണ്ണും മതി നിങ്ങളുടെ വീടിൻ്റെ മുൻവശം തേച്ച് റെഡിയാക്കാൻ. നിങ്ങളെപ്പോലുള്ള അന്തങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറ, മനസ്സിലാക്കുക. അല്ലാതെ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ 2 അടിച്ചിട്ട് അവിടെ പോയിരുന്നിട്ട് മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം CM ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുകയും അങ്ങേര് ആട്ടി വിടുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ വീട്ടിൽ പോയി അപ്പനോടും അമ്മയോടും ചോദിക്കാനാണ് പുള്ളി പറഞ്ഞത്. അത് MM മണി ആയിരുന്നെങ്കിൽ തെളിച്ച് പറഞ്ഞേനെ. പിണറായി വിജയൻ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കൊക്കെ ഉണ്ടാവണം എന്നേ പറയാനുള്ളൂ. സ്വന്തം വീട് മര്യാദയ്ക്ക് കൊണ്ടെടുക്കും. ഇതൊന്നും കൊണ്ടെടുക്കാൻ അറിയാമല്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ അല്ല, മദ്യപിച്ചിരുന്നു എന്ന് നിങ്ങൾ തന്നെയാണ് സമ്മതിച്ചത്. ഇന്ന് കേരളത്തിൽ ഒരാൾക്ക് ഒരു പെഗ്ഗെങ്കിലും മേടിക്കണമെങ്കിൽ രൂപ എത്ര വേണം? അത് ബാറിലൊക്കെയാണ് കയറുന്നെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പെഗ്ഗായിട്ട് ബിവറേജിൽ നിന്ന് കിട്ടത്തുമില്ല. ക്വാർട്ടറോ അതിന് മേലോട്ടുള്ള സാധനമാണ് കിട്ടട്ടെ. അപ്പോൾ എത്ര രൂപ ഓരോ ദിവസവും കൊണ്ട് ഈ ബിവറേജിൽ കൊണ്ട് നീയൊക്കെ നേർച്ചയിടുന്നതാണ്. ആ കാശിൻ്റെ ഒരു 10-1 പോലും വേണ്ടല്ലോ ഈ വീടൊന്ന് തേച്ച് വൃത്തിയാക്കിയിടാൻ. ആദ്യം സ്വന്തം വീട് നോക്കടേ, സ്വന്തം കുടുംബം മര്യാദയ്ക്ക് നോക്ക്. അതിനുശേഷമാവാം കേരളവും ഇന്ത്യയും ഒക്കെ വികസിപ്പിക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കും. 20,000 കോടിയെന്നും കേരളത്തിൻ്റെ ഭാവിയെന്നും വികസനം എന്നൊക്കെ പറഞ്ഞ് നിനക്കൊന്നും തള്ളാൻ ഒരു എളുപ്പമില്ലല്ലോ. ഇതാണ് ഒരു ശരാശരി അന്തംഗമി.